ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലപാട് വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് വരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. ഒമാനും സമാന പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബഹ്റൈൻ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ. പശ്ചിമേഷ്യയിൽ നിയന്ത്രണം ശക്തമാക്കാനും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കാനും ഇസ്രായേൽ നീക്കം നടത്തുന്നുണ്ടെന്ന ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് ഉർദുഗാന്റെ ആഹ്വാനം. മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുക മാത്രമാണ് ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ ഒരേയൊരു മാർഗമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈജിപ്തുമായും സിറിയയുമായും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച് പുതിയ രാഷ്ട്രീയ നീക്കത്തിനും തുർക്കി കോപ്പുകൂട്ടുന്നുണ്ട്. ഷൂറ കൗൺസിൽ യോഗത്തിലാണ് സൗദി കിരീടാവകാശി തൻ്റെ നിലപാട് ആവർത്തിച്ചത്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അഭിനന്ദിച്ച അദ്ദേഹം ബാക്കിയുള്ള രാജ്യങ്ങളും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗദി അതിനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങൾ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. പിന്നാലെയാണ് തൻ്റെ നിലപാട് സൗദി രാജകുമാരൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. ഇസ്രായേലുമായി സമാധാന കരാർ ഉണ്ടാക്കിയതിനു ശേഷം ഈജിപ്ഷ്യൻ നേതാവ് അൻവർ സാദത്ത് കൊല്ലപ്പെട്ടിരുന്നു. ഗസ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുർക്കി. ഗസയിൽ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഗസയിലേക്ക് തടസ്സമില്ലാതെ ആവശ്യമായ അളവിൽ മാനുഷിക സഹായങ്ങൾ എത്താൻ ഇസ്രായേൽ അനുവദിക്കുന്നതുവരെ നിരോധനം തുടരുമെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം അറിയിച്ചു. ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം $700 കോടി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത്. അതേസമയം തുർക്കി പ്രസിഡന്റ് ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം. ഇസ്രായേലിൻ്റെ ഭരണകൂട ഭീകരത അവസാനിപ്പിക്കാനുള്ള ഏകമാർഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെന്ന നിലപാടിലേക്ക് അറബ് രാഷ്ട്രങ്ങൾ വരുന്നതിൻ്റെ സൂചനയായാണ് പുതിയ പ്രസ്താവനകളെ വിലയിരുത്തുന്നത്. ഇത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല, അധിനിവേശ ശക്തിയായ സയനിസവും സ്വന്തം ജന്മനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ വിഷയം കണ്ടില്ലെന്ന് നടിക്കുന്ന മുസ്ലിം രാജ്യങ്ങളും തുർക്കിക്കാരുമെല്ലാം ഗുരുതരമായൊരു പാതകമാണ് ചെയ്യുന്നത്. വിദൂരമായ ഏതോ ദേശത്ത് സംഭവിക്കുന്ന വിഷയമായാണ് അവരൊക്കെ ഇതിനെ കാണുന്നത്. അവരെ ബാധിക്കില്ല എന്നാണ് വിചാരമെന്നും തുർക്കി അഭിപ്രായപ്പെട്ടു. ഈജിപ്തുമായും സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടവുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ തുർക്കി തീരുമാനിച്ചിട്ടുണ്ട്. ലെബനനും സിറിയയ്ക്കും ഉൾപ്പെടെ ഭീഷണിയായി വളരുന്ന ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള ഐക്യനിര കെട്ടിപ്പടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഉർദുഗാൻ വെളിപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഹമാസ് പോരാടുന്നതെന്നാണ് ഉർദുഗാൻ പറഞ്ഞത്. ഗസയുടെ പ്രതിരോധം മാത്രമല്ല അവർ നടത്തുന്നത്, മുസ്ലിം ദേശങ്ങൾക്കും തുർക്കിക്കുമെല്ലാം വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടേത്. ഇസ്രായേൽ ഭീകരത അവസാനിപ്പിക്കൽ മതപരമായ ബാധ്യത കൂടിയാണ്. മുന്നിലുള്ള ഭീഷണി തിരിച്ചറിഞ്ഞ് മുസ്ലിം രാജ്യങ്ങൾ ഉയർന്നെണീക്കണം. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരു പൊതു നിലപാടിലെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം തുർക്കി പ്രസിഡന്റിൻ്റെ ഐക്യാഹ്വാനത്തിനെതിരെ ഇസ്രായേൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തുർക്കി ജനതയെ വിദ്വേഷത്തിയിലേക്ക് ഉന്തിയിടുകയാണ് ഉർദുഗാൻ ചെയ്യുന്നതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചു. കലാപത്തിനും അക്രമത്തിനുമുള്ള ആഹ്വാനമാണ് പ്രസ്താവനയെന്നും മന്ത്രി വിമർശിച്ചു.